കാര്യങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളിലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ബലാ മുസീബത്തുകളെ തൊട്ടും ആപത്തുകളെ തൊട്ടും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും അഭിമാനത്തിലുമായി ജീവിപ്പിച്ച് മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ മുത്തക്കികളിൽ നമ്മയും നമ്മുടെ ഇഷ്ടക്കാരെയൊക്കെ അല്ലാഹു തആല പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങളായ അടിസ്ഥാന വിഷയങ്ങളായ തൗഹീദ്, അതേപോലെ ഷിർക്ക്, ഇബാദത്ത് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഈ പറയുന്ന വാക്കുകളൊക്കെ അടിസ്ഥാനപരമായി നമ്മുടെ സമുദായത്തിലെ വലിയൊരു വിഭാഗം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പ്രകാരം ഇങ്ങനെയുള്ള വാക്കുകൾ ഇസ്ലാമിലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇസ്തിലാഹിയായ കുറേ വാക്കുകളുണ്ട്. തൗഹീദ്, ഷിർക്ക്, ഇബാദത്ത്, സ്വലാത്ത്, സുജൂദ്, സക്കാത്ത്, ദുആ ഇങ്ങനെ തുടങ്ങിയ വാക്കുകൾ. ഈ വാക്കുകളുടെ അർത്ഥം തിരിയായ്മ സമുദായത്തിലെ തർക്കത്തിൻ്റെ മർമ്മപ്രധാനമായൊരു വിഷയമാണ്. ഇതെന്താണ് ഇതുകൊണ്ട് അള്ളാഹു റസൂൽ ഉദ്ദേശിച്ച അർത്ഥം എന്നതൊരു വിഷയമാണ്. ഏതൊരു വാക്കിനെ സംബന്ധിച്ചിടത്തോളവും അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ പദങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഭാഷാ അർത്ഥവും സാങ്കേതിക അർത്ഥം ഉണ്ടാവും. ഭാഷയിലൊരർത്ഥം ഉണ്ടാവും, സാങ്കേതികമായിട്ട് ശരീഅത്തിൻ്റെ അടിസ്ഥാന നിയമം എന്ന നിലയ്ക്ക് ഓരോന്നിനും വേറെ വേറെ അർത്ഥം ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച ഞാൻ ചുരുക്കി അത് സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഓരോന്നിനും ഞാൻ കിതാബിൻ്റെ അറബി ഭാഷയിൽ പറഞ്ഞ ഹക്കീക്കിയായ മാനുണ്ടാവും, മജാസിയായ മാനുണ്ടാവും. ഒരു വാക്കിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വാക്കിനും ബാധകമായൊരു കാര്യമാണത്. ഉദാഹരണത്തിന് പറയാ, സുജൂദ് എന്ന് പറയുന്നത്, അല്ലാഹുവല്ലാതെ സുജൂദ് ചെയ്യുന്നതിൻ്റെ വിധി എന്താ? ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ എന്നത് ഇസ്ലാമികമായ അടിസ്ഥാനപരമായൊരു വിഷയമാണ്. പക്ഷേ എന്താണ് സുജൂദ്? ഇവിടെ വിഷയമുണ്ട്, പഠിക്കാനുണ്ട്. അവിടെ എന്ത് കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് അതേപോലെ അങ്ങോട്ട് ശിർക്ക് അല്ലെങ്കിൽ ഹറാമ് അല്ലെങ്കിൽ പറഞ്ഞിട്ട് തള്ളുകയല്ല. ഈ സുജൂദ് എന്ന് പറഞ്ഞ വാക്കിനെ സംബന്ധിച്ചിടത്തോളം അത് സാങ്കേതികമായിട്ട് ഇമാമുകൾ ചർച്ച ചെയ്യുന്ന വിഷയം നോക്കുക. കൈഫ യസിഹു സുജൂദു ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യൽ സഹിയാകുന്നത് എങ്ങനെ? അതിനെപ്പറ്റി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുക. എങ്ങനെയാ അത് ശരിയാകുക? അൽ ജവാബ്, അതിന് മറുപടി. അപ്പൊ മലക്കുകൾ ആദം നബിക്ക് സുജൂദ് ചെയ്തല്ലോ. ഫസജദൽ മലായികത്തു കുല്ലുഹും ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ എല്ലാ മലക്കുകളും ആർക്ക് സുജൂദ് ചെയ്തു? ആദം നബിക്ക് സുജൂദ് ചെയ്തല്ലോ. ഈ ആദം നബിക്കുള്ള സുജൂദ് കാനലി തഹിയത്തി, സുജൂദൊക്കെ സുജൂദ് തന്നെ, പക്ഷെ അവര് ഇലാഹാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കല്ല ആ സുജൂദ്. മനസ്സിലായില്ലേ? സുജൂദ് തന്നെയാ. സജദൽ മലായികത്ത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് തെറ്റൂലല്ലോ. സുജൂദ് ചെയ്തു, പക്ഷെ ആ സുജൂദ് ആർക്കാ സുജൂദ് ചെയ്തത്? അവർ ഇലാഹായിട്ട് കാണാത്ത, ആരാധനയ്ക്ക് അർഹനാണെന്ന് കാണാത്ത ഒരാൾക്ക് വേണ്ടിയാണ് മലക്കുകൾ സുജൂദ് ചെയ്തത്. അപ്പൊ പിന്നെ ആ സുജൂദിൽ തഹിയത്തി, അത് അഭിവാദനത്തിന്റെ സല്യൂട്ടേഷന്റെ സുജൂദാണ് ആ സുജൂദ് എന്ന് പറഞ്ഞത്. ഒരാളെ ബഹുമാനിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു പ്രവൃത്തി എന്നതിന്റെ അപ്പുറയിലൊന്നുമില്ല. വകാന സുജൂദ തഅ്ലീമിൻ, അത് തഅ്ലീമിന്റെ സുജൂദാണ്. വതക്രീമിൻ, ആദരവിന്റെ സുജൂദാണ്. വതക്രീമിൻ, ബഹുമാനിക്കാനുള്ള സുജൂദാണ്. ലാ സുജൂദ സ്വലാത്തിൻ വ ഇബാദത്തിൻ, അത് നിസ്കാരത്തിന്റെ സുജൂദല്ല, അത് ഇബാദത്തിലെ സുജൂദും അല്ല. അതിൽ ഹറാമും വരൂല, ഷിർക്കും വരൂല, അതൊട്ട് തെറ്റുമല്ല എന്ന് പറഞ്ഞിട്ട് കാല സമഖ്ശരിയോ, ഭാഷാ പണ്ഡിതന്മാരിൽ വലിയ പണ്ഡിതനായ എല്ലാ ഇമാമുകളും ഉദ്ധരിക്കുന്ന വലിയ മഹാനാണ്, വലിയ ഭാഷാ പണ്ഡിതനാണ് സമഖ്ശരി എന്ന് പറയുന്ന ആള്. റളിയല്ലാഹു അൻഹു ഞമ്മ പറയില്ല. ഇതിപ്പോ നിങ്ങൾ പറയുമെന്ന് മട ഓർമ്മപ്പെടുത്തി, ഞാനും പറഞ്ഞില്ലല്ലോ. പറയാത്ത അയാളെ മുബത്തദിയാണ്. അയാളെ മുഅ്തസിലി ചിന്താഗതിക്കാരനായിരുന്നു. ആര്? സമഖ്ശരി പറഞ്ഞ ആള്. പക്ഷെ 100 കണക്കിനൊന്നുമല്ല, 1000 കിതാബ് ഉണ്ടാക്കിയ വലിയ ആളാണ്. ആ വിഷയത്തിൽ അയാളെ നമ്മൾ അംഗീകരിക്കൂല. ഏതില്? ആ മുഅ്തസിലി വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ അംഗീകരിക്കില്ല. ബാക്കി ഭാഷാ വിഷയങ്ങളിലൊക്കെ അയാളെ അവലംബമാക്കും. അയാൾ അത്ര വലിയ ആളാണ്, അതിൽ സംശയമൊന്നുമില്ല. വലിയ പണ്ഡിതനാണ് സമഖ്ശരി. പക്ഷെ പഴച്ച വിശ്വാസം ചിലതൊക്കെ ഉണ്ട്. അപ്പൊ ആ സമഖ്ശരിനെയാണ് എല്ലാവരും അവലംബിക്കാറ് ഇത്തരം വിഷയങ്ങളിലൊക്കെ, ഭാഷാർത്ഥം സാങ്കേതിക അർത്ഥമൊക്കെ നോക്കുമ്പോൾ. അദ്ദേഹം പറഞ്ഞത് ആ സുജൂദു ലില്ലാഹി തആല അലാ സബീലിൽ ഇബാദ, ഇബാദത്തിന്റെ മാർഗത്തിലൂടെ, ഇസ്തിഹ്ഖാഖുൽ ഇബാദ, മുസ്തഹിഖുൽ ഇബാദ, ഇബാദത്തിന് അർഹനാണ് എന്ന നിലയ്ക്ക് ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ അതെന്താകും? അത് അള്ളാഹ്ക്കുള്ള സുജൂദാണ്. അള്ളാഹു അല്ലാത്തവർക്ക് അത് പറ്റൂല. അത് അള്ളാഹ്ക്ക് മാത്രമേ ആ സുജൂദ് പറ്റുള്ളൂ.
വേറുള്ളവർക്ക് പറ്റൂല. വലിയ ഗൈരിഹി, അള്ളാഹു അല്ലാത്തവർക്ക് ഒരാൾ സുജൂദ് ചെയ്താൽ, അതായത് ഇലാഹാണെന്ന് വിശ്വസിക്കാത്ത, മഅബൂദാണെന്ന് ഈ ചെയ്യുന്നവന്റെ ഇത്തിഖാദിലില്ല, വിശ്വാസത്തിലില്ല, അങ്ങനത്തെ ഒരാളുടെ മുമ്പിൽ, വാപ്പാന്റെ മുമ്പിലോ ഉമ്മാന്റെ മുമ്പിലോ ഒരു മകൻ സുജൂദ് ചെയ്താൽ അലാ വജിഹി തഖ്റുമത്തി, അത് ആദരവിന്റെ മാർഗത്തിലാണ്, അത് ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഏതുപോലെ കമാ സജദത്തിൽ മലായികത്തുൽ ആദമ, അദ്ദേഹം പറയാ ആദം നബിക്ക് മലക്കുകൾ സുജൂദ് ചെയ്തതുപോലെ, യഅ്ഖൂബു അബ്നാഉഹു, യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കളും സുജൂദ് ചെയ്തതുപോലെ, ലി യൂസുഫ, യൂസുഫ് നബി അലൈഹിസ്സലാമിന് ബാപ്പി മക്കളൊക്കെ സുജൂദ് ചെയ്തല്ലോ. അതേതുപോലെ ഈ സുജൂദ് ഷിർക്കല്ല, അത് ഹറാമല്ല. കാരണം അവരാരും യൂസുഫ് നബിയെ ഇലാഹാണെന്നോ മഅബൂദ് ഹക്കാണെന്നോ മുസ്തഹിഖുൽ ഇബാദത്താണെന്നോ വിശ്വസിക്കുന്നില്ല, കരുതുന്നില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഷിർക്കല്ല. കാര്യം രണ്ടും ഒന്ന് തന്നെയാണ്. സുജൂദ് തന്നെ സുജൂദ് തന്നെയാണ്. പക്ഷെ ചെയ്യുന്നവന്റെ വിശ്വാസം എങ്ങനെയെന്നാ നോക്കേണ്ടത്. അതനുസരിച്ചിട്ടിരിക്കും ഇതിനെ സുജൂദായിട്ടും അല്ലാതെയും ഇബാദത്തായിട്ടും അല്ലാതെയും പരിഗണിക്കുന്നത്. ജമഖ്ശരിയുടെ കശാഫിന്റെ 1-ാമത്തെ വാള്യം 95-ാമത്തെ പേജിലും സഫുവത്തു തഫാസീർ, കശാഫ് പറഞ്ഞ പഴയ തഫ്സീറാണ്, ഇപ്പൊ പുതിയ തഫ്സീറാണ്. മുഹമ്മദ് അലി സാബൂനി പറഞ്ഞൊരു മൂല്യരുണ്ട്, ഒരു വലിയ പണ്ഡിതനുണ്ട്, ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു, ഇയാളെ പറ്റി അറിയില്ല. വലിയ പണ്ഡിതൻ, അയാളുടെ തഫ്സീർ എൻ്റെ വീട്ടിലുണ്ട്. 30 വാള്യങ്ങളുണ്ട് ആ തഫ്സീറിന്. ഒരു ജുസീന് ഒരു വാള്യമാണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ വലിയ പണ്ഡിതനാണ്. അയാളുടെ സഫുവത്ത് തഫാസീർ എൻ്റെ വീട്ടിലുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന 1-ാം വാള്യം 38-ാമത്തെ പേജിലും ഈ വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ സുജൂദ് എന്നുള്ള നിലയ്ക്ക് അല്ല, ഇത് ഷിർക്കാണോ തൗഹീദാണോ എന്ന് കണക്കാക്കുന്നത്. ആരാധനയ്ക്ക് അർഹനാണെന്ന് വിശ്വസിക്കുന്ന ഒന്നിന്റെ മുമ്പിൽ ഒരാൾ സുജൂദ് ചെയ്താൽ അത് ഷിർക്കാണ്, ഹറാമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ എന്താവും? അത് ഇബാദത്താണ്. അതേ മുത്തക്കിയായ ഒരു മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ വാപ്പാന്റെ മുമ്പിലോ ഉസ്താദന്മാരുടെ മുമ്പിലോ സുജൂദ് ചെയ്താലോ ചെയ്യല് ഹറാമാണ്. മസല വേറെ വിഷയം, നമ്മൾ ചെയ്യൂല. ചെയ്താൽ തന്നെ ഖുർആനിൽ അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഷിർക്കല്ല, പിന്നെന്താണ്? ഹറാമാണ് നമ്മുടെ ശരീഅത്തിൽ. അവരുടെ ശരീഅത്തിൽ അത് ഹറാമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവരത് ചെയ്തത്. അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം? ആരാധനയ്ക്ക് അർഹനാണെന്ന് കരുതിയാൽ സുജൂദ് ഇബാദത്താകും, ആർക്ക് ചെയ്താലും. അപ്പൊ നമ്മൾ അല്ലാഹ് ചെയ്യുമ്പോൾ ഇബാദത്താവും. ഒരു ഹിന്ദു ശ്രീരാമന് ചെയ്താൽ എന്താവും? അത് ഇബാദത്താകും, ആരാധനയ്ക്ക് അർഹനാണ്. അല്ലെങ്കിൽ ഒരു നമ്പൂരിന്റെ മുമ്പിൽ ഒരു ചർമ്മം പോയി സുജൂദ് ചെയ്തു, എന്താകും? അവരുടെ കണക്കിന് കൺകണ്ട ദൈവമാണ് ബ്രാഹ്മണൻ, ദൈവം തന്നെ ആരാധനയ്ക്ക് അർഹനാണ്. അപ്പൊ അത് ഷിർക്കാണ്. മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ മഹ്ലൂക്കിനെ, ഒരു മഹ്ലൂക്ക് ഇത് പടച്ചോന്റെ ഒരു പടപ്പാണ് എന്ന് കരുതിക്കൊണ്ട് വാപ്പാനെയോ ഉമ്മാന്റെ മുമ്പിലോ സുജൂദ് ചെയ്താൽ പോലും ഒരു മുഅ്മിനായ മനുഷ്യൻ സുജൂദ് ചെയ്താൽ എന്ത് വരൂല? ഷിർക്ക് വരൂല. അത് തഖ്റുമത്തെ ആകൂ എന്ന്, ബഹുമാനമാണ്, ആദരവാണ് എന്ന് ഇമാമുകളൊക്കെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ രണ്ടവസ്ഥ ദുആ എന്ന് പറയുന്ന വാക്കിന്റെ ഭാഷാർത്ഥത്തിലും സാങ്കേതിക അർത്ഥത്തിലും വരും. ദുആ ഒറ്റ അടിക്ക് പ്രാർത്ഥന എന്ന അർത്ഥം വെക്കുന്ന ഒരു വാക്കാണല്ലോ ദുആ. ഇതാണ് ഇപ്പൊ വഹാബികൾ പറയുന്ന വലിയൊരു സംഭവം. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകൾ. ഈ വാക്കിന്റെ അർത്ഥം അവർ പഠിച്ചിട്ടില്ല. ഈ സുജൂദ് പോലെ സാങ്കേതികമായി രണ്ടർത്ഥമുള്ള ഒരു വാക്കാണിത്. ഭാഷാർത്ഥം ഉണ്ട് അതിന്, സാങ്കേതിക അർത്ഥമുണ്ട്. ഏതുപോലെ നോക്ക് നിങ്ങൾ, അദ്വാവ്. ഇപ്പൊ അറബി ഭാഷയിലെ ഏറ്റവും ആധികാരികമായ നിഘണ്ടുവാണ് കാമൂസ് എന്ന് പറഞ്ഞ അറബി നിഘണ്ടു. അത് നോക്കിയിട്ട് ആ ഇമാമുകളുടെ ഇബാറത്തുകൾക്കൊക്കെ തർക്കം വന്നാൽ അർത്ഥം തീരുമാനിക്കുക. കിതാബിന്റെ അർത്ഥം വയ്ക്കുമ്പോൾ അങ്ങനെയാണ് നോക്കുക. കാമൂസ്, ആ കാമൂസിൽ ഇതിനർത്ഥം പറയുന്നുണ്ട്. ഇതിന് അദ്വാവ്, ദുആ എന്ന് പറഞ്ഞ അർറഗ്ബത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ഈശ്വരനോടുള്ള അപേക്ഷ. അർറഗ്ബത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള അപേക്ഷയ്ക്കാണ് എന്ത് പറയാ? ഇബാദത്ത് എന്ന് പറയാ. ഉറപ്പല്ലേ? അത് അള്ളാഹിനോട് തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പൊ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന ആരോടേ പറ്റുള്ളൂ? അള്ളാഹിനോട് തന്നെ പറ്റൂ. ഇനി ആ ദുആ എന്ന് പറഞ്ഞ വാക്കിന് മറ്റൊരർത്ഥമുണ്ട്. വത്വലബു അലാ സബീലി തളർറുഇ, ആഗ്രഹിച്ച് ചോദിക്കുക, യാചിക്കുക എന്നർത്ഥം വരുന്ന വത്വലബു അലാ സബീലി തളർറുഇ, വിനയത്തിന്റെ മാർഗത്തിൽ ചോദിക്കുക. ഇത് അള്ളാഹു അല്ലാത്തവരോടും പറ്റും. പക്ഷെ ഭാഷയിൽ അതിനെന്ത് പറയും? ദുആ എന്ന് പറയും.
നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അള്ളാഹിനോടാണ് ചോദിക്കണമെങ്കിൽ അതിന് പ്രാർത്ഥന എന്ന് പറയും, അല്ലേ? അള്ളാഹു അല്ലാത്തവരോടാണ് ആവശ്യപ്പെടണമെങ്കിൽ എന്ത് പറയും? അഭ്യർത്ഥന. എല്ലാ ജനങ്ങളും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറയില്ല. ഇത് രണ്ടും ദുആ പറഞ്ഞ വാക്കിന്റെ രണ്ടർത്ഥം. ഈ അർത്ഥം ഇപ്പൊ ഞാൻ മലയാളത്തിൽ അർത്ഥം വെച്ചില്ല, ഇത് എന്റെ അർത്ഥമല്ല. മലയാളത്തിലെ ഏറ്റവും ആധികാരികമായ നിഘണ്ടുവാണ്, ഏറ്റവും പ്രബല നിഘണ്ടുവാണ് ശബ്ദധാരാവലി എന്ന് പറയുന്ന സാധനം. അതിന്റെ അപ്പുറം മലയാളത്തിൽ നിഘണ്ടുവില്ല. ആ ശബ്ദധാരാവലി നോക്കിയിട്ട്, എൻ്റെ വീട്ടിലുണ്ട് ഈ സാധനം, ആ ശബ്ദധാരാവലി നോക്കിയിട്ട് എഴുതിയെടുത്താണ്. അതിൻ്റെ 868 പേജിലുള്ള വാക്കാണ് പ്രാർത്ഥന എന്ന വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് അപേക്ഷിക്കുക എന്നൊരർത്ഥം. അർ-റഗ്ബത്തു ഇലല്ലാ, കാമൂസിൽ പറഞ്ഞ അർ-റഗ്ബത്തു ഇലല്ലാ, ഈശ്വരനോട് അപേക്ഷിക്കുക. അത് ഒന്നാമത്തെ അർത്ഥം, അർ-റഗ്ബത്തു ഇലല്ലാന്റെ അർത്ഥം. ഇനി വത്തലബു അലാ സബീലി തദർറുഇ എന്ന് കാമൂസിൽ പറഞ്ഞതിന് ആഗ്രഹിച്ച് ചോദിക്കുക, യാചിക്കുക എന്നാണ് രണ്ടാമതൊരർത്ഥം. ഏതിൽ കൊടുത്തിരിക്കുന്നത്? ശബ്ദധാരാവലി മലയാള നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മലയാളത്തിൽ തന്നെ അർത്ഥം, അറബിയിൽ തന്നെ അർത്ഥം. പക്ഷെ ഇതൊന്നും നോക്കൂല. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. ഈ പറഞ്ഞ ദുആ എന്ന വാക്കിന് അഭ്യർത്ഥിക്കുക എന്ന അർത്ഥമുണ്ട്. അത് അല്ലാഹു അല്ലാത്തവരോട് നമുക്ക് അഭ്യർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ഈ ദുആ എന്ന വാക്കിന് പ്രാർത്ഥന എന്ന അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ പറയുമ്പോൾ ആരോടാ ചോദിക്കുള്ളൂ? അള്ളാഹിനോട് മാത്രം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന വാക്ക് ഉപയോഗപ്പെടുത്തുക. അത് നമ്മുടെ ഇമാമുകളും ഭാഷാ നിഘണ്ടുക്കളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലാഹിനോടാകുമ്പോൾ, ഇലാഹാണ് നേരത്തെ സുജൂദിന്റെ കാര്യം പറഞ്ഞ പോലെ, ഇലാഹാണെന്ന് വിശ്വസിക്കുന്നവരോട് ചോദിക്കുമ്പോൾ എന്താവും? അത് പ്രാർത്ഥനയാകും. ഇലാഹാണെന്ന് വിശ്വസിക്കാത്തൊരു മഖ്ലൂക്കിനോടാണെന്ന് ബോധ്യത്തിൽ ഇത് അള്ളാന്റെ പടപ്പാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാളോട് ചോദിക്കുമ്പോഴോ അത് അഭ്യർത്ഥനയാവും. ഇതാണ് ഇപ്പൊ ആ വാക്കിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കിയ മുജാഹിദും സുന്നിയും തമ്മിലുള്ള തർക്കം തീർന്നില്ലേ? ഇത്രയേ ഉള്ളൂ, നിസ്സാര കാര്യം അത്. പക്ഷെ അവരത് പഠിക്കൂല. 10,000 കൊല്ലം ഞമ്മ പറഞ്ഞാലും അവര് പഠിക്കൂല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ എന്റെ പ്രസംഗത്തിന്റെ താഴെ ഒരുത്തൊരു മുജാഹിദ് വന്ന് എഴുതി വെച്ചിരിക്കുക, നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് പ്രസംഗിച്ചാലും പോരാ, വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ തയ്യാറായിക്കോളി, എന്നിട്ട് നിങ്ങൾ അവിടെ പറയും, ഞങ്ങളുടെ നേരിട്ട് പറയും. ഇതിന് മറുപടി പറയാനൊന്നും അവരുടെ ഇല്ലാത്തതുകൊണ്ടാണ് ആ പാവങ്ങൾ അതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ട് അങ്ങനെ പറയുന്നത്. വാദപ്രതിവാദവും സംവാദവും അല്ലല്ലോ വിഷയം പഠിക്കണം. ഈ വാക്കിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ഇമാമുകൾ, ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നോക്കി നിങ്ങൾ, പണ്ഡിതന്മാർ പറയും ദുആ എന്ന വാക്ക് സാധാരണ നിലയിൽ യഥാർത്ഥ അർത്ഥം, അതിന്റെ ഭാഷാ അർത്ഥപ്രകാരം അതിന്റെ ഒന്നാമത്തെ അർത്ഥം, യഥാർത്ഥ അർത്ഥം എന്താ? അത്വലബു അല ത്വലബി, ആവശ്യപ്പെടുക, തേടുക എന്നൊക്കെയാണ് ദുആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഹഖീഖിയായ മാന, യഥാർത്ഥ അർത്ഥം അതാണ്. എന്നാല് ഇബാദത്തി, അത് ഇബാദത്താകുന്ന പ്രാർത്ഥനയുടെ മേലും ദുആഇനെ ചുമത്തപ്പെടും. അത് മജാസൻ, അത് അലങ്കാര പ്രയോഗമാണ്, യഥാർത്ഥ ഭാഷാർത്ഥമല്ല. എപ്പോഴും മുന്തിക്കേണ്ടത് ഏതിനാ? ഭാഷയിൽ എന്താ അതിന്റെ അർത്ഥം എന്ന ഒരു വാക്ക് പറഞ്ഞാൽ ചിന്തിക്കേണ്ടത്. യഥാർത്ഥ അർത്ഥം അതല്ല വാക്കിന്റെ, ആരാധന എന്നല്ല. പിന്നെയോ അത് തേടുക, ആവശ്യപ്പെടുക എന്ന അർത്ഥത്തിനാണ് ഈ ദുആ എന്ന വാക്ക് ഉപയോഗിക്കുക. തഫ്സീറുകൾ എന്നാണ് ഞാനീ പറയുന്നത്. തഫ്സീറുകൾ രേഖപ്പെടുത്തപ്പെട്ട ഇമാമുകൾ പറഞ്ഞതാ. പിന്നെയോ മജാസിയായിട്ട് നേരെ അർത്ഥത്തിൽ നിന്ന് മറ്റൊരർത്ഥത്തിലേക്ക് തെറ്റിക്കപ്പെട്ടിട്ട് അലങ്കാര പ്രയോഗമായിട്ടാണ് ദുആഇന് എന്ത് ചെയ്യണത്? പ്രാർത്ഥന എന്ന അർത്ഥം പറയുന്നത്. അല്ല, നേരെ അർത്ഥമല്ല. ദുആഇന്റെ നേരെ അർത്ഥം പ്രാർത്ഥന എന്നല്ല, ആവശ്യപ്പെടുക, അഭ്യർത്ഥിക്കുക എന്നാണ് ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം. ഹഖീഖിയായ മാന, മജാസിയായ മാന മാത്രമാണ് പ്രാർത്ഥന എന്ന അർത്ഥത്തിന് വരുന്നത്. ആ അർത്ഥത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഈ ദുആ എന്ന വാക്ക് ഖുർആനിൽ അല്ലാഹ് തന്നെ പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആകെ ഒരു അർത്ഥം പഠിച്ചു വെച്ചിരിക്കുക. പ്രാർത്ഥന പറഞ്ഞാൽ ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്, പ്രാർത്ഥന ഇബാദത്താണ്. അത് അദ്ദുആ, ഒരു അലിഫ്ലാം അവിടെ ഉണ്ട്. അദ്ദുആ നമ്മൾ നേരത്തെ പറഞ്ഞ റഗബത്തു ഇലല്ലാ, അള്ളാഹുവിലേക്ക് പൂതി വയ്ക്കുക, പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക എന്ന അർത്ഥത്തിലുള്ള ദുആ എന്തെന്നെയാണ്? അത് ഇബാദത്താണ് എന്നാണ് ആ റസൂലുള്ള പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് അലിഫ്ലാം അവിടെ ഉണ്ട്, അദ്ദുആ എന്നാണ്. അല്ലാതെ ദുആയൊക്കെ ഇബാദത്താണെന്നൊന്നുമല്ല. അദ്ദുആ, ആ ദുആ ഇബാദത്താണ്, നമ്മളത് നിഷേധിക്കുന്നില്ല.
ഇത് കാര്യം മനസ്സിലാക്കാതെ പറയുകയാണ്. അപ്പൊ ഖുർആനിൽ പല അർത്ഥത്തിൽ വരുന്നുണ്ട്. വഫീ ഷറഹിൽ അസ്മാഇൽ ഹുസ്നാലിൽ കുശൈരി റഹ്മഹുല്ലാ, ഇമാം കുശൈരിയുടെ അസ്മാഉൽ ഹുസ്നയുടെ ഷറഹ് എന്ന കിതാബിൽ പറയുന്നുണ്ട്, അദ്ദുആഉ ജാഅ ഫിൽ ഖുർആനി അലാ വുജൂഹിൻ, ഖുർആനിൽ പല അർത്ഥത്തിനും ദുആ എന്ന വാക്ക് വന്നിട്ടുണ്ട്. വമിൻഹ, അതിൽപ്പെട്ടതാണ് അൽ ഇബാദത്തു, ഇബാദത്തിന്റെ മാനാക്ക് ദുആ വന്നിട്ടുണ്ട് ഖുർആനില്. ഏതുപോലെ നഹ്വു ലാ തദൂ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഒന്നിനെയും, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും നീ ആരാധിക്കരുത്. അവിടെ വലാ തദൂ എന്ന് പറഞ്ഞാൽ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നല്ല, അവിടെ എന്താണ്? ഇബാദത്തിന്റെ മാനാക്കാണ്, നീ ആരാധിക്കരുത് എന്നാണ് അവിടെ ആ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ വമിൻഹ, ആ ഖുർആനിൽ ദുആ വന്നിരിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് അൽ ഇസ്തിആനത്തു, സഹായം തേടുക എന്ന അർത്ഥത്തിനും ദുആ വന്നിട്ടുണ്ട്. നഹ്വു, അതിന് ഉദാഹരണം വദഉ ശുഹദാഅക്കും, നിങ്ങളുടെ ശുഹദായിനെ നിങ്ങൾ വിളിച്ചോളുക, നിങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചിട്ട് നിങ്ങൾ സഹായത്തിന് കൂട്ടിക്കോളീൻ. വധു ശോതാക്കെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശോതായിനോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചോളി എന്നല്ല പറയാ, അല്ല, നിങ്ങളുടെ ശോതായിനെ കൊണ്ടുവരി, സഹായത്തിന് കൂട്ടിക്കോളി എന്നാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞത്. ആ അർത്ഥത്തിനെ അവിടെ പറ്റൂ, അവിടെ ഇബാദത്ത് എന്ന അർത്ഥത്തിന് അത് പറ്റൂല. വീണ്ടും അല്ലാഹു പറഞ്ഞു വമിൻഹാ സുആലു, സുആല് ചോദിക്കുക എന്ന അർത്ഥത്തിനും ഖുർആനിൽ ദുആ എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഏതുപോലെ ലഹു ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അവിടെ ഉദൂനി പറഞ്ഞാൽ നിങ്ങൾ എന്നെ ആരാധിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചോളി എന്ന അർത്ഥത്തിനാണ്. വമിൻഹാൽ കൗലു, അതേപോലെ തന്നെ വാക്ക് പറയുക, അവര് പറയുന്നത് എന്ന അർത്ഥത്തിലും ഖുർആനിൽ ദുആ എന്ന വാക്ക് വന്നിട്ടുണ്ട്. നഹു, അതിനുദാഹരണം ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ, അവര് ആ മുഅ്മിനീങ്ങൾ സ്വർഗക്കാര് പറയുന്ന വാക്ക്, അവര് സ്വർഗത്തിൽ പറയുന്നത് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്നാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര്. സുബ്ഹാനകല്ലാഹുമ്മയാണ് അവര് പറയാ, അവരുടെ വാക്കതാണ്, അവരുടെ പറച്ചിലതാണ്, അവിടെ ഇബാദത്ത് അതാണെന്നല്ല. അല്ലാണ്ട് ദുആ എന്ന് കാണുന്നതൊക്കെ ഇബാദത്ത് എന്ന് വഹാബി മൗദൂദികൾ മനസ്സിലാക്കുന്നത് പരമ അബദ്ധമാണ്. അതാണ് അവരെ പഴവിലേക്ക് കൂട്ടിയത്. വീണ്ടും വമിൻഹൻ നിദാഉ, ഖുർആനിൽ വിളിക്കുക എന്ന അർത്ഥത്തിന് ഖുർആനിൽ വന്നിട്ടുണ്ട്, വിളിക്കുക. ആ അർത്ഥത്തിലും ഖുർആനിൽ ദുആ എന്ന വാക്ക് വന്നിട്ടുണ്ട്. നഹു, അതിനുദാഹരണം യൗമ യദ്ഉക്കും, യൗമ യദ്ഉക്കും, അവർ നിങ്ങളെ വിളിക്കുന്ന ദിവസം, അവർ നിങ്ങളെ വിളിക്കുന്ന ദിവസം എന്ന അർത്ഥത്തിൽ ഖുർആനിൽ ദുആ വന്നിട്ടുണ്ട്. വമിൻഹ, അതിൽപ്പെട്ടത് തന്നെയാണ് അസ്സനാഉ, പുകഴ്ത്തി പറയുക എന്ന അർത്ഥത്തിനും ദുആ വന്നിട്ടുണ്ട് ഖുർആനില്. പുകഴ്ത്തി പറയുക, അവിടെ ആ അർത്ഥേ പറ്റൂ, വേറെ അർത്ഥങ്ങളൊന്നും ഇവിടെ പറ്റൂല. ഏതുപോലെ നഹു വദഉല്ലാഹ അവിദുർ റഹ്മാന എന്ന് ഖുർആൻ പറഞ്ഞ പോലെ, അവിടെ ഉദു എന്ന് പറഞ്ഞതിനൊക്കെ ഇബാദത്ത് എന്നാണ് അർത്ഥമെങ്കിൽ എന്താ അവിടെ അർത്ഥം വരിക? വദഉല്ലാഹ, നിങ്ങൾ അള്ളാനെ ആരാധിക്കുക, അവിദുർ റഹ്മാന, അല്ലെങ്കിൽ റഹ്മാനെ ആരാധിക്കുക. രണ്ടിൽ ഒരു ദൈവത്തിനെ ആരാധിച്ചാൽ മതി എന്ന് ആര് പറയണ്? ഖുർആൻ പറയണെന്ന് വരേണ്ടി വരും. ഇവര് പറയുന്ന അർത്ഥം വെച്ചാൽ അവര് എന്താ വദഉല്ലാഹ, നിങ്ങൾ അള്ളാനെ, അവര് പറയുന്ന വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് അർത്ഥം തിരിക്കട്ടെ, എന്നാ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അബിദുർ റഹ്മാന, അല്ലെങ്കിൽ ഔന്നാണ് അവിടെ, അല്ലെങ്കിൽ റഹ്മാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവിടെ അന്നല്ല അർത്ഥം. അവിടെ നിങ്ങൾ എന്ത് വിശേഷിപ്പിച്ചാലും കുഴപ്പമില്ല. ഉദുല്ലാഹ, അള്ളാഹ് എന്ന് നിങ്ങൾ പറഞ്ഞോളി, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് പറഞ്ഞോളി, രണ്ടും ഒന്നെ. പേരിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞ വാക്കാണത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവും അവന്റെ പ്രവാചകരും ഒക്കെ പഠിപ്പിച്ച പൂർവികരായ ഇമാമുകളും നമ്മുടെ മുൻഗാമികൾ 13 നൂറ്റാണ്ടുകളിൽ അംഗീകരിച്ചു വന്ന തൗഹീദിനും അവര് മനസ്സിലാക്കിയതിനും വിരുദ്ധമാണ്. ദുആ എന്ന് കാണുമ്പോഴേക്കും അതൊക്കെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയൊക്കെ അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്നും പറഞ്ഞിട്ട് പറയുന്ന വഹാബികൾക്ക് ദുആഇന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അതിന്റെ ഹഖീഖിയായ മഅന പ്രാർത്ഥന എന്നല്ല, യഥാർത്ഥ അർത്ഥം പ്രാർത്ഥന എന്നല്ല. അതിന് മജാദിയായ അർത്ഥമാണ് പ്രാർത്ഥന, ഹഖീഖിയായ അർത്ഥം അഭ്യർത്ഥന എന്നാണ്. അതാണ് ഭാഷാ നിയമം.
അത് പഠിക്കാതെ വെറുതെ എന്തെങ്കിലും കിട്ടിയാൽ ഒരു ഹദീസ് കിട്ടി, ഒരായത്ത് കിട്ടി, അത് കിട്ടിയാൽ പിന്നെ അതുകൊണ്ട് ഇങ്ങനെ നടക്കുക. അതിൻ്റെ അപ്പുറം വേറെ ഒന്നും ചിന്തിക്കാനും ഈ പാവങ്ങൾക്ക് കഴിയുന്നില്ല. പിന്നെ അത് മനസ്സിലാക്കണില്ല. അപ്പൊ മക്കാ മുശ്രിക്കുകൾ ഇപ്പൊ നിന്റെ അടിയിൽ എഴുതുക വേറെന്നാണ്. ഈ പ്രസംഗത്തിന്റെ അടിയിൽ എഴുതി വെക്കാൻ പോണ എന്തായിരിക്കും? അപ്പത്തെ മക്കത്തെ മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചല്ലോ, ഔലിയാക്കളോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടല്ലേ അവരൊക്കെ മുശ്രിക്കായത്. അങ്ങനെ സംഭവമേ ഇല്ല. പിന്നെ ഖുർആനിൽ ഒരായത്ത് കണ്ട ഈ ആയത്ത് കൊണ്ടിരിക്കുക, അതിന്റെ അപ്പുറമുള്ള ആയത്തോ ഈ ആയത്തിന് വ്യാഖ്യാനിക്കുന്ന വേറെ ആയത്ത് വേറെ ഉണ്ടാവും. അതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. നോക്ക് നിങ്ങൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം മക്കാ മുശ്രിക്കുകൾ എന്ന് പറയുന്ന ആ വിഭാഗം അവരാരാധിച്ചതും ഇതുമായിട്ട് യാതൊരു ബന്ധമല്ല. അവരൊരിക്കലും ഔലിയാക്കളോട് സഹായം തേടിയിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത അവർക്കില്ല. അഫ ഹസിബല്ലദീന കഫറു, ഖുർആൻ പറയാ, അൽ ബഖറ സൂറത്തിലാന്ന് തോന്നുന്നു, അഫ ഹസിബല്ലദീന കഫറു ഇബാദി മിൻ ദൂനി ഔലിയാ, കാഫറുകൾ വിചാരിക്കലുണ്ടോ ഇബാദി, എന്റെ അടിയാറുകളായ മലക്കുകളെ, ഈസാ നബിയെ, ഉസൈറിനെ ഒക്കെ അവരെന്താക്കുന്നു? എന്നെ കൂടാതെ ഔലിയാക്കളാക്കുന്നു. ഔലിയാന്റെ അർത്ഥം തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ആലിഹത്തൻ യഅ്ബുദൂനഹ, ആരാധിക്കുന്ന ദൈവങ്ങളാക്കുന്നു. ആരെ? മലക്കുകളെ, ഈസാ നബിയെ, ഉസൈറിനെ. ഇവരൊക്കെ നല്ല മനുഷ്യന്മാരാ. ഈ നല്ലവരെയൊക്കെ അവരെന്താക്കുന്നു? ഇലാഹുകളാക്കി. അപ്പോ ഉദാഹരണത്തിന് ജിബ്രീൽ ഇലാഹാണെന്ന് ഒരുത്തം വിശ്വസിച്ചാൽ അവൻ ആരായി? കാഫറായി. വിളിച്ചു പ്രാർത്ഥിക്കണോ? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ജിബ്രീൽ ഇലാഹാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ തന്നെ അവൻ കാഫറായി. പിന്നെ ജിബ്രീലിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർ കാഫറായി എന്ന് പറയണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈസാ നബി ഇലാഹാണ് പറഞ്ഞാൽ മഅബൂദാണ്, ആരാധനയ്ക്ക് അർഹനാണ്, മുസ്തഹിഖുൽ ഇബാദ, ഇബാദത്തിന് അർഹനാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ കാഫറാകും. എന്തുകൊണ്ട്? വിശ്വസിച്ചത് കൊണ്ടാ. ഈ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും കാഫർ തന്നെ. അതാണ് കുഫ്ർ. അത് ഇവര് മനസ്സിലാക്കണില്ല. എന്നിട്ട് ഇബ്നു കസീർ കൊടുത്ത തഫ്സീറാണ് ആലിഹത്തൻ യഅ്ബുദൂനഹ, അവരെന്താക്കി? അവരാരാധിക്കുന്ന വിഗ്രഹ ദൈവങ്ങളാക്കി. ആരെ? ഈ ഔലിയാക്കന്മാരെ. എന്നിട്ടോ നമ്മൾ നരകത്തെ ആ കാഫിരീങ്ങൾക്കുള്ള വിരുന്നാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇവരെന്താ ചെയ്തത്? ഈ ഈസാ നബി, ഉസൈർ, മലായികത്തിനെയൊക്കെ ഇവരെങ്ങനെ ആരാധിച്ചു? മക്കാ മുശ്രിക്കുകളും പൂർവികരായ മുശ്രിക്കുകളൊക്കെ ആരാധിച്ചത് ഇവരുടെ പേരിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ആ വിഗ്രഹത്തിന് പേരിട്ടു. എന്ത്? ജിബ്രീല്, മീകായില്. മനസ്സിലാണില്ലേ? ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കുക. കണ്ടില്ല, നമ്മളെ തൃശ്ശൂർ അങ്ങാടി കൂടെയൊക്കെ പോണ സമയത്ത് പ്രതിമകൾ, മീകായിലിന്റെ പ്രതിമ കാണാം അവിടെ അവരുടെ ചർച്ചിന്റെ മുമ്പില്. മീകായിലിന്റെ ഒക്കെ പ്രതിമ ക്രിസ്ത്യാനിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരൊരു പ്രതിമ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിന് പേരിടുകയാണ് ഈസ അല്ലെങ്കിൽ യേശു. മനസ്സിലാണ്ടോ ഞാൻ പറഞ്ഞത്? എന്നിട്ട് അതിനെയാണ് ആരാധിക്കുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല, അല്ലാതെ അവർ ആരാധിച്ചിട്ടില്ല. ചരിത്രത്തിലെ മുശ്രിക്കുകൾ ആരും വേറെ നിലയിൽ ആരാധിച്ചിട്ടില്ല. ഖുർആൻ പറയുന്നു, ഇൻ യദഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ, പെണ്ണുങ്ങളെ അല്ലാതെ അവർ ആരാധിച്ചിട്ടേ ഇല്ല. ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുശ്രിക്കുകളൊക്കെ ആരാധിച്ചത് ആരെയാണ്? പെണ്ണുങ്ങളെയാണ്. കേട്ടില്ലേ നിങ്ങൾ? അമ്മേ നാരായണ, ദേവി നാരായണ. നാരായണ എന്ന് പറഞ്ഞത് ആണാണ്. അതിന്റെ മുമ്പിൽ കൊടുക്കണ വിശേഷണം എന്താ? അമ്മേ നാരായണ, ദേവി നാരായണ. ഞാനിങ്ങനെ, മനസ്സിലായില്ലേ? നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അതില്ലേ? നാരായണൻ ആണാണ്, പക്ഷെ വിശേഷണം അപ്പുറത്ത് കൊടുക്കണ എന്താ? അമ്മേ നാരായണ. അച്ചോ നാരായണ പറയണില്ലല്ലോ. ദേവി നാരായണ. ദേവൻ നാരായണനല്ല, ദേവിയാണ്. അപ്പൊ പെണ്ണുങ്ങളെ മാത്രമേ അവർ ആരാധിച്ചിട്ടുള്ളൂ, അല്ലാത്ത ഒന്നിനെ അവർ ആരാധിച്ചിട്ടില്ല. മാത്രം നല്ല പറയുമ്പോ പിന്നെ പറയല്ല, ആണുങ്ങളെ അവർ ആരാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ വഹാബികൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഖുർആൻ പറയുന്നു, അല്ലാതെ പെണ്ണുങ്ങളെ അല്ലാതെ അവർ ആരാധിച്ചിട്ടില്ല. അനുസരണയില്ലാത്ത പിശാചുക്കളെ അല്ലാതെ അവർ ആരാധിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പോഴാണ് ഇവരിതൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെയാ ഇവർ ആരാധിക്കുന്നത്? ഇവരാരാധിക്കുന്നത് ഖുർആൻ തന്നെ പറയട്ടെ. അവര് ചെയ്ത പണി എന്താ? ഇന്നമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഔസാന. ഇവരാരാധിച്ചത് ഈസയെ അല്ല, ഉസൈറിനെ അല്ല, മലായിക്കത്തിനെ, ജിബ്രീലിനെയോ മീകായിലിനെയോ അല്ല. പിന്നെ ആരെ?
ഇന്നമാ തഅബുദൂന നിങ്ങൾ ആരാധിക്കുന്നു മിൻ ദൂനില്ലാഹി അല്ലാഹനെ കൂടാതെ ഔസാനൻ വിഗ്രഹങ്ങളെ. അപ്പൊ നല്ല ചൊറുക്കുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കി, എന്നിട്ട് അതിന് എന്ത് പേരിട്ടു? ഈസ എന്ന് പേരിട്ടു, അല്ലെങ്കിൽ ഉസൈർ എന്ന് പേരിട്ടു, അല്ലെങ്കിൽ കന്യാമറിയം എന്ന് പേരിട്ടു. കന്യാമറിയം പറഞ്ഞ മറിയം നല്ല ആളാ, പക്ഷെ മറിയമിന്റെ ഇവരാരാധിക്കണില്ല. ഇവരാരെ ആരാധിക്കണം? മറിയമിന്റെ വിഗ്രഹത്തെയാണ്. അല്ല പറയണതാ. അല്ല പറയുമ്പോ ഇന്നമാ തഅബുദൂന ഞങ്ങൾ ആരാധിക്കുന്നു മിൻ ദൂനില്ല അല്ലാഹനെ കൂടാതെ ഔസാനൻ വിഗ്രഹങ്ങളെ മാത്രം. ആ മാത്രം എന്ന വാക്ക് ഏതിന്റെ അർത്ഥ? ഇന്നമ എന്ന വാക്കിന്റെ അർത്ഥമാണ്. ഞാൻ വെറുതെ പറയണല്ലാതെ. ഇന്നമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നമന്റെ അസർ താലിന്റെ താലിയിൽ എന്നാ പറയാ. തൊട്ട വാക്കിൽ അതിൽ കൂട്ടി ഇന്നമനോട് ചേർന്ന് വരുമ്പോൾ ആ അർത്ഥം വെക്കാൻ പാടില്ല, അതിന്റെ അർത്ഥത്തിന്റെ അർത്ഥം വെക്കാവൂ. അപ്പൊ ഇന്നമാ തഅബുദൂന നിങ്ങൾ ആരാധിക്കുന്നു ആരെ? ഔസാനൻ വിഗ്രഹങ്ങളെ മാത്രം. വേറെ ഒന്നിനെയും ഈ പറയുന്നവരെയൊന്നും അവരാരാധിച്ചിട്ടില്ല, അവർ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുമില്ല. അവരാരാധിച്ചത് വിഗ്രഹങ്ങളെയാണ്. അത് പെണ്ണുങ്ങളാണ്, അത് ആരാധനയ്ക്ക് അർഹനാണെന്ന് വിശ്വസിച്ചു കൊണ്ടുമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ തന്നെ അതെന്തല്ല? ദുആയല്ല, പ്രാർത്ഥനയല്ല, പിന്നെന്താണത്? അത് അഭ്യർത്ഥനയാണ് എന്ന് മനസ്സിലാക്കിയ തീരേണ്ട ഒരു പ്രശ്നം അതിലുള്ളൂ. അഭ്യർത്ഥന അള്ളാഹു അല്ലാത്തവരോടുമാകാം, പ്രാർത്ഥന ആരോടെ പറ്റുള്ളൂ? അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന വാക്കിനെ അത് പറയൂ. സുജൂദിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ, മനസ്സിലായില്ലേ? ഇത്ര വ്യക്തമായ കാര്യം നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ട് അതൊന്ന് പഠിക്കാനോ അതൊന്ന് മനസ്സിലാക്കാനോ തയ്യാറാവാതെ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിഷയം ശരിയായ അർത്ഥത്തിൽ പഠിക്കാൻ അവർക്ക് സൗകര്യം കിട്ടിയിട്ടില്ല. നമ്മളത് പഠിക്കണം. നമ്മളെ കൊണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ ഈ പറയുന്നത് 100, 700, 500 ആൾക്കാരൊക്കെ കാണലുണ്ട്. 4 ദിവസം കൊണ്ട് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്, കാണുന്നുണ്ട് അതിലൊക്കെ. അപ്പൊ കാണട്ടെ, നിങ്ങളും ആകുന്നിടത്തോളം പ്രചരിപ്പിക്കുക. അല്ലാഹു തആല നല്ലത് പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്